കണ്ണൂർ തലശ്ശേരി പുതുവാച്ചേരിയിൽ ഒരു നാടിനും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആശങ്കയായി ഒരു വാട്ടർ ടാങ്ക്. ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥയിലായ കൂറ്റൻ വാട്ടർ ടാങ്കാണ് ജലബോംബായി നിൽക്കുന്നത്. ടാങ്ക് തകർന്നാൽ 5 കുടുംബങ്ങളുടെയും പുതുവാച്ചേരി വെസ്റ്റ് LP സ്കൂൾ ഉൾപ്പെടെ അപകടത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. 5 വർഷം മുമ്പാണ് തലശ്ശേരി നഗരസഭ 20,000 ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള വാട്ടർ ടാങ്ക് പുതുവാച്ചേരിയിൽ നിർമ്മിച്ചത്. സമീപവാസികളുടെ ശക്തമായ എതിർപ്പിനിടയിലായിരുന്നു ടാങ്ക് പണിതത്. ഇക്കഴിഞ്ഞ ജൂൺ 6-ന് ഈ വാട്ടർ ടാങ്കിനോട് ചേർന്ന സ്ഥലത്തെ മണ്ണിന്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞു വീണു. മണ്ണിടിഞ്ഞതോടെ വാട്ടർ ടാങ്ക് അപകടാവസ്ഥയിലായി. ഇപ്പോൾ പ്രദേശവാസികളുടെ തലയ്ക്കുമീതെ നിൽക്കുന്ന ജലബോംബായി വാട്ടർ ടാങ്ക് മാറിയിട്ടുണ്ട്. 1.5 മാസമാണ് മുമ്പേ ഇടിഞ്ഞു വീണൊരു കുന്നാണിത്. ഈ കുന്ന് ഇപ്പോൾ ടാങ്കിൻ്റെ 1.5 മീറ്ററായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1 മീറ്റർ ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 40 അടി താഴത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ ടാങ്ക് ഇടിഞ്ഞു വീണാൽ ആകാതെ ഒന്ന് വീട് മാത്രമല്ല 5 വീടുകളുണ്ട്. ഇലക്ട്രിക് ലൈൻ കൂടെ അടുത്ത് പോകുന്നുണ്ട്. 50 മീറ്റർ അപ്പുറത്ത് LP സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ബാത്റൂമുണ്ട്. ഇത്രയും അപകടമാണ് ഈ അവസ്ഥയിൽ. ഇത് കലക്ടറോട് പറഞ്ഞു, ഇവിടുത്തെ വാർഡ് പേഴ്സണോട് പറഞ്ഞു, ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞു, വില്ലേജ് പറഞ്ഞു, ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കോടതിയിൽ മൂവ് ചെയ്യാന്നുള്ള രീതിയിലെ കാര്യങ്ങൾ കിടക്കുന്നു. ഇപ്പം വാട്ടർ ടാങ്ക് തകർന്നു വീണാൽ ഇല്ലാതാവുക 5 കുടുംബങ്ങളും പുതുവാച്ചേരി വെസ്റ്റ് LP സ്കൂളുമാണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന ഞാനും 2 കുട്ടികളും പിന്നെ വയസ്സായ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഞാൻ ഇവരോട് ഈ ടാങ്ക് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിനി ഈ ടാങ്ക് ഇവിടെ എടുക്കാൻ പാടില്ല, ഈ മണ്ണിന് ഉറപ്പില്ല, താഴെ നമുക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞിനി. പക്ഷെ അവരത് കേട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത് കണ്ണൂർ കലക്ടറേറ്റ് പോയിട്ട് ഇത് കെട്ടിത്തരാനോ ഉള്ള ഓർഡർ പോയിട്ട് വാങ്ങിയിന് ഉത്തരവ്. പക്ഷെങ്കിൽ അത് മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചിട്ടും ഇവർ ഒരു ആക്ഷൻ 1 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു വാട്ടർ ടാങ്ക് ഈ ഒരു അവസ്ഥയിലായിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഈ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്താണ് ബാത്റൂം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ KG ബിൽഡിങ്ങും വളരെ അടുത്താണ്. ഇവിടെ ഈ വഴിയാണ് കുട്ടികൾ ബാത്റൂമിലേക്ക് പോകുന്നത്. അതേപോലെ വിദ്യാലയത്തിലേക്കുള്ള വാഹനങ്ങൾ വരുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കാര്യമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്ത് മതിൽ കെട്ടി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട്. ഈ ടാങ്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു വെയിറ്റുള്ള ഒരു വലിയ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സോയിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ബിൽഡിങ് ഇറക്റ്റ് ചെയ്യുക. കാരണം ടാങ്ക് എന്ന് പറയുന്നത് വാട്ടർ കപ്പാസിറ്റി ഉള്ള വെയിറ്റ് ഉള്ള, അപ്പോൾ അതിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് ഒന്നും ഇവർ നടത്തിയിട്ടില്ല. അതായത് ഒരു ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഇല്ലാതെയാണ് ഇത് കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് കുട്ടികളെ ടോയ്ലറ്റിലേക്ക് വിടാൻ വരെ പേടിയാണ്. കാരണം ടാങ്ക് അത്ര അടുത്താണുള്ളത്. അതുപോലെ നമ്മുടെ ഒരു കുട്ടിയുടെ വീടിൻ്റെ താഴെയാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് 1 മാസത്തോളമായി നമ്മുടെ സ്കൂളിൽ വരാൻ പറ്റിയിട്ടില്ല. കുട്ടി വീട് മാറിയിട്ടാണുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് പൊളിച്ചു മാറ്റിയാൽ ആ കുട്ടിയുടെ വീടും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലെ മറ്റു മക്കളെയും നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമായിട്ടും തലശ്ശേരി നഗരസഭ തുടരുന്ന അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ജലസംഭരണി പൊളിച്ചു നീക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനം, കണ്ണൂർ.